ഡോക്ടറെ, ഷുഗറിന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകില്ലേ? ഞാൻ വല്ല പാവയ്ക്ക ജ്യൂസും കുടിച്ച് ഷുഗർ കൺട്രോൾ ചെയ്തോളാം. ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഷുഗർ കൂടിയിരുന്ന് അത് കൺട്രോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ ഉറപ്പായിട്ടും കിഡ്നി അടിച്ചു പോകും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഒന്ന്, ഡയറ്റ്, ഭക്ഷണ ക്രമീകരണം. 2, വ്യായാമം. മൂന്നാമത്തതാണ് മരുന്നിലേക്ക് നമ്മൾ പോവുക. അപ്പം ഈ ഡയറ്റും വ്യായാമം ശരിയായിട്ടും നമുക്ക് ഷുഗർ കൺട്രോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുത്തിട്ടാണ് അതിനെ കൺട്രോൾ ആക്കാനായിട്ട്. പിന്നെ ഡയബറ്റീസ് പലതരമുണ്ട്. അതിലിപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഷുഗർ കൂടുകയാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോ ഡയബറ്റീസ് ഉള്ള ഒരാൾക്കും ഓരോ രീതിയിലാണ് മെഡിക്കേഷൻ പോവുക. അത് നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് തന്നെ നിങ്ങളുടെ ഷുഗറിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിർബന്ധമാണ്. അല്ലാതെ മറ്റാൾക്ക് ഈ മരുന്ന് കഴിച്ച് മാറി എനിക്കും ആ മരുന്ന് തന്നെ മതി എന്ന് പറഞ്ഞു വരുന്ന സ്കീം അതൊരിക്കലും വർക്കൗട്ട് ആവാറില്ല. കാരണം ഓരോ ശരീരത്തിനും ഓരോ അളവിലാണ് ഷുഗർ വന്ന് കാണാറുള്ളത്. പിന്നെ കൈപ്പക്ക ജ്യൂസ്, അതേപോലെ ഉലുവ വെള്ളം, പിന്നെ നെല്ലിക്കയുടെ ജ്യൂസ്, ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറിനെ കുറയ്ക്കാൻ അതൊരു ചെറിയ രീതിയിൽ സഹായകരമായിട്ട് വന്നേക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ഷുഗറിൻ്റെ അളവിനെ ഫുള്ളി കൺട്രോൾ ചെയ്ത് നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല.